ഓം ഹൃദം ഭോജലസന്മൂർത്തിം ദിവ്യമംഗളവിഗ്രഹം ഗുരുധ്യായേത് സർവദേവദേവീസ്വരൂപിണം ത്രേതായാം രാമരൂപായ ദ്വാപരേ കൃഷ്ണമൂർത്തയേ കലൗ പൂർണ്ണാവതാരായ മദ്ഗുരുവരായ തേ നമഃ. ഓം വ്യാപകയജ്ഞപ്രസാരകയോം. പ്രാപഞ്ചികമായി നടക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും പ്രസാരകൻ ഓംകാരമാണ്, പ്രണവമാണ് എന്നാണ് ഈ വരിയുടെ അർത്ഥം. പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു കാര്യമായാലും അതിൻ്റെ പ്രസാരകൻ അതെല്ലാവരിലും എത്തിക്കുന്നത്, എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രണവമാണ്, ഓംകാരമാണ് എന്നാണ് ഈ വരികളിലെ ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ ഒരു സവിശേഷത. ഇനി നമുക്ക് ജ്ഞാനപ്പാനയിലേക്ക് വരാം. നാം കഴിഞ്ഞ ദിവസം കർമ്മങ്ങളുടെ കാര്യമാണ് കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂമിയാണെന്നും ഭൂമിയിൽ നിന്നുകൊണ്ട് മാത്രമേ കർമ്മം ചെയ്യാൻ കഴിയൂവെന്നുമുള്ള അതാണ് ഇതുവരെ നാം പറഞ്ഞതിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. തുടർന്ന് വരുന്ന വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും ശക്തരായ വിഷയീജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. ഭഗവത് ഭക്തന്മാർക്കും മോക്ഷം ആഗ്രഹിക്കുന്നവർക്കും വിഷയസുഖങ്ങളിൽ ആസക്തരായവർക്കും എല്ലാം തന്നെ വേണ്ടതെല്ലാം കൊടുക്കുന്നത് വിശ്വൈക മാതാവായ ലോകമാതാവായ ഭൂമിദേവി തന്നെയാണ്. അത് അത്ഭുതം തന്നെയാണ് എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. അതായത് തൻ്റെ മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചെല്ലാം സാധിച്ചു കൊടുക്കുന്നതിനായി എപ്പോഴും അമ്മയായിരിക്കും ഉണ്ടാവുക. അമ്മയ്ക്ക് സ്വന്തം പുത്രന്മാരോടുള്ള സ്നേഹം എപ്പോഴും നിസ്സീമമായിരിക്കും, നിഷ്കാമമായിരിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം, നിഷ്കാമകർമ്മം യോഗികൾ ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ളൊരു കർമ്മമാണ് അമ്മയുടേത്. പുത്രന്മാർക്ക് വേണ്ടി എന്തു ചെയ്താലും അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മമാണ്, നിസ്സീമമായ കർമ്മമാണ് അമ്മ ചെയ്യുന്നത്. അതിനാലാണ് എല്ലാം സഹിക്കുകയും ആഗ്രഹങ്ങൾ സാധിപ്പിക്കുകയും ചെയ്യുന്ന ഭൂമിയെ മാതാവായി സങ്കല്പിക്കുന്നത്. മാതൃസങ്കല്പത്തിൽ ഭൂമിദേവിയെ ഭൂമി മാത എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭൂമിയോളം ക്ഷമ, ഒരു ക്ഷമയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഭൂമിയോളം ക്ഷമ ആർക്കുമില്ല, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഭൂമിയോളം ക്ഷമയുണ്ട് എന്നൊക്കെ നാം ഉപമിക്കാറുണ്ട്, ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്നത് ഭൂമിദേവി തന്നെയാണ് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാ മിത്രങ്ങൾക്കും ശുഭസുദിനം ഗുരുപാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ലൊരു ദിവസത്തിനായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.